എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ എടുത്ത ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഗ്രഹസ്ഥിതികൾ, അതിനെക്കുറിച്ചാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നക്ഷത്രങ്ങൾ. അപ്പോൾ നക്ഷത്രങ്ങൾ 12 രാശികളിലായി സഞ്ചരിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാണ് അല്ലേ. 12 രാശികളിൽ, അതായത് 2.25 നക്ഷത്രമാണ് ഒരു രാശിയിൽ ചെലവഴിക്കുന്നത്. അപ്പോൾ മേഷാദി രാശികൾ, അതായത് മേഷം ആദ്യമായിട്ടുള്ളത്, മേടം ആദ്യമായിട്ടുള്ളതെന്ന് പറയണം. അപ്പം അങ്ങനെ 12 രാശികളുണ്ട്. ഈ 12 രാശികളിലും 27 നക്ഷത്രങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു തുടർച്ചയായിട്ട്. അപ്പോൾ എന്താ, മേടം രാശിയിൽ 3 നക്ഷത്രങ്ങളാണ് ഉണ്ടാവുക. അതേത് നക്ഷത്രങ്ങളാണ്? അശ്വതിയും ഭരണിയും കാർത്തികയും. അതിൽ 3 നക്ഷത്രങ്ങളിൽ കൂടുതൽ നക്ഷത്രങ്ങൾ പ്രവേശിക്കാനായിട്ടൊരു എന്തില്ല. ഇപ്പോൾ നമ്മൾക്കറിയാം 3 ആളുകൾ ഉൾക്കൊള്ളുള്ളൂ എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഒരു രാശിയിൽ എപ്പോഴും 3 നക്ഷത്രങ്ങൾക്ക് ഇടമുള്ളൂ, അതിൽ കൂടുതൽ നക്ഷത്രങ്ങൾക്ക് കയറ്റാൻ പറ്റൂല. പക്ഷേ എന്താണ്, ഫുള്ള് ഉണ്ടാവില്ല. എന്താണ്, 2.25 നക്ഷത്രമായിട്ടേ ഒരു രാശിയിൽ ഒരു നക്ഷത്രങ്ങൾക്ക് ഇടമുള്ളൂ, 2.25 ഇടമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് 2.25 എന്നുള്ളതിനെ നമ്മൾ നാഴികയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക? നാഴികയിലേക്ക് മാറ്റുമ്പോൾ 60 നാഴികയാണല്ലോ ഒരു നക്ഷത്രം. 60 + 60 120. 4 നക്ഷത്രം എന്ന് പറയണത് 60-ൽ ഒരു ഭാഗം, അതായത് 15 നാഴിക. അപ്പോൾ 60 + 60 + 15 135 നാഴികയാണ് ഒരു രാശിയിൽ കൊള്ളാനുള്ള നക്ഷത്രങ്ങൾ. അത് കഴിഞ്ഞിട്ട് എന്താണ്, അശ്വതിയും ഭരണിയും കാർത്തിക കാലും കഴിഞ്ഞാൽ കാർത്തിക 3/4 നക്ഷത്രവും രോഹിണിയും മകയിരത്തരയും അപ്പോഴും എന്താണ്, ഒരു 135 നാഴികയാവും. അത് 60 + 60 + 15 അങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേഷൻ വരുമ്പോൾ എന്താണ്, 15 നാഴിക ഇത് വരുമ്പോൾ കാർത്തിക നക്ഷത്രം 35, ബാക്കി 3/4 എന്ന് പറയുമ്പോൾ 45-ഉം 45-ഉം 60-ഉം അപ്പോൾ എത്രയാ, 105 കിട്ടും അല്ലേ. 45-ഉം 60-ഉം 105. ബാക്കി എത്രയാണ് ഇവിടെ മനസ്സിലാക്കുക, 60+. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള നാഴിക വിനാഴികം കൂടി കൂട്ടുമ്പോൾ 30 വിനാഴികം കൂടി ഉണ്ടല്ലോ, ബാക്കിയുള്ള അര ഉണ്ടല്ലോ, മകയിരത്തര. അപ്പോൾ കൂട്ടുമ്പോൾ 105 + 30 135 നാഴിക. അപ്പം എങ്ങനെ കൂട്ടിയാലും ഈ നക്ഷത്രമേ കിട്ടുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ എന്താണ്, തിരുവാതിര നക്ഷത്രം ഉൾക്കൊള്ളുന്ന മിഥുനക്കൂർ എങ്ങനെയാണ് വരിക? അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്, ഇവിടെ മകയിരത്തരയുണ്ട്, അപ്പം 30 അല്ലേ. പിന്നെ ഫുള്ള് തിരുവാതിര, അപ്പം 30-ഉം 60-ഉം 90 അല്ലേ. പിന്നെന്താണ്, പിന്നെ അടുത്ത് പുണർദം 3/4 അതിൽ അല്ലേ. 3/4 എന്താ, 45. അപ്പം നോക്കിയിട്ടുണ്ടെങ്കിലും എന്താണ് നമുക്ക് കിട്ടുക, 135 നാഴിക. എങ്ങനെ നോക്കിയാലും 135 നാഴികയാണ് ഒരു രാശിയിൽ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അത് മുഴുവനും അതിൽ കൊണ്ടുകൊണ്ടിരിക്കും, ഒരിക്കലും ഉൾക്കൊള്ളാണ്ടിരിക്കില്ല. അപ്പം ഇതൊന്നും ആർക്കും ചേഞ്ച് ചെയ്യാനോ ഇത് ഒരിക്കലും മാറില്ല. അപ്പം നമ്മൾ ഈ കൂറ് കാര്യങ്ങളൊക്കെ ശരിക്കും പഠിക്കണം. കൂറ്, ഇന്നയാളുടെ കൂറ് ഇന്നാണെന്ന് സമയം കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് ഫുള്ള് നക്ഷത്രമാണെങ്കിൽ, ഇപ്പം രോഹിണി നക്ഷത്രമാണെങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം ഫുള്ള് ഇടവക്കൂറിൽ തന്നെയാണത്. പക്ഷെ മകയിരൊക്കെ ആണെങ്കിലോ നമുക്ക് ഇന്ന കൂറെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അവരെ സമയം കൊണ്ട് ഗണിച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ ഗോചര വിഷയങ്ങളാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ഗോചരം എന്ന് വെച്ചാൽ,
ഗോചരം എന്ന് വെച്ചാൽ ഒരു മാസത്തെ ഫലങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടി വരുമ്പോൾ ഗോചരമാണ് നോക്കുക. കണ്ടകശനി, ഏഴരശനി ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ്റെ കൂറനുസരിച്ചാണ് ഗോചരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അത് പെട്ടെന്ന് ഫലത്തിലാവൂട്ടാ. അപ്പോൾ ചന്ദ്രൻ്റെ കൂറ എങ്ങനെയാണ്? ചന്ദ്രൻ നിൽക്കുന്ന രാശി അതാണ് നമ്മൾ ചന്ദ്രൻ്റെ കൂറെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം കർക്കിടക്കൂറാണെങ്കിൽ എന്താണ്, പുണർന്ന നക്ഷത്രം കാൽഭാഗമായിരിക്കും. അതേപോലെ ചിത്തിര അരയാണെങ്കിലോ ആദ്യത്തെ അരയാണെങ്കിൽ കന്നിക്കൂറായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, ഇങ്ങനെയാണ് കണ്ടകശിനിയൊക്കെ കണ്ടുപിടിക്കുക. ചന്ദ്രൻ നമ്മളുടെ കൂറിൻ്റെ 4-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ 10-ാം ഭാവത്തിലോ, ഇതാണ് കണ്ടകഭാവം. മനസ്സിലായ? കണ്ടകഭാവം എന്ന് 4, 7, 10 ഇതിനെയാണ് കണ്ടകഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടകഭാവത്തിൽ ശനി നിൽക്കുമ്പോഴാണ് കണ്ടകശനി എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ദോഷമായിട്ടുള്ള കാലഘട്ടങ്ങളാണ് അല്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ്, ഒരാൾ കണ്ടകശനി ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ, ഇപ്പോൾ ഏത് നക്ഷത്രക്കാർക്കൊക്കെയാണ് കണ്ടകശനി ഉള്ളത് നമുക്കറിയാം. തൃക്കേട്ട, അനിഴ നക്ഷത്രക്കാർ വൃശ്ചികക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരല്ലേ. അപ്പോൾ ഏതാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രം മനസ്സിലാക്കി നോക്കണം. എന്താണ്, ഒരു കാൽഭാഗം എന്തുണ്ട്, വിശാഖ നക്ഷത്രമുണ്ട് വൃശ്ചികക്കൂറിൽ. പിന്നെ തൃക്കേട്ടയും അതേപോലെ തന്നെ അനീഴവും തൃക്കേട്ടയും ഉണ്ട്. അപ്പോൾ അത് വൃശ്ചികക്കൂറിൽ നിന്ന് എണ്ണി നോക്കാം. വൃശ്ചികം, ധനു, മകരം, കുംഭം. കുംഭത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. ശനി 2.5 വർഷത്തോളം കുംഭത്തിൽ നിൽക്കും, നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അവർക്ക് കണ്ടകശനിയാണ്. അതേപോലെ തന്നെ ഈ വേറെ നക്ഷത്രക്കാർക്ക് ഏതൊക്കെയാണ് കണ്ടകശനിയുള്ള 7-ൽ നിൽക്കുന്ന ശനി 7-ൽ നിൽക്കണമാകുമ്പോൾ അവർക്ക് പൂരം നക്ഷത്രം, ഉത്രത്തിൽ കാലും പൂരം നക്ഷത്രവും മകം നക്ഷത്രക്കാർക്ക് എന്താണ്, ആ നക്ഷത്രം തുടങ്ങി എണ്ണി നോക്കുക. ചിങ്ങക്കൂറ് തുടങ്ങി എണ്ണി നോക്കുക. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം. കുംഭത്തിൽ നിൽക്കണ 7-ലാണ്. അപ്പോൾ അവർക്ക് കണ്ടകശനിയാണെന്ന് മനസ്സിലാക്കണം. ഇനി ശനി 10-ൽ സഞ്ചരിക്കുന്ന നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. അത് ഏതൊക്കെയാണ്? മകരത്തി, എന്താ പറയുക, കാർത്തിക 3/4 ഭാഗം, പിന്നെ രോഹിണിയും പിന്നെ മകരത്തരയും നക്ഷത്രക്കാർക്കൊക്കെ എന്താണ്, ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനി കാലമാണ്. അപ്പോൾ ഈ കണ്ടകശനി വളരെ എന്താണ്, ഏഴരശനി അത്രയും ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. കണ്ടകശനി കുറച്ചൊക്കെ ദോഷം ചെയ്യും, എന്നാൽ അവർക്ക് വ്യാഴൻ്റെ അനുകൂല സ്ഥിതി ഉണ്ടെങ്കിൽ അധികം അങ്ങോട്ട് ദോഷം ചെയ്യില്ല. ഇനി ഏഴരശനി എങ്ങനെയാണ് നോക്കാം. ഏഴരശനി നോക്കണമെന്ന് വെച്ചാൽ ജനിച്ച കൂറിൻ്റെ 12-ൽ ലഗ്നത്തിൽ, അതായത് കൂറിൽ, അതേപോലെ 2-ൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഏഴരശനി എന്ന് പറയാം. ഇപ്പോൾ എന്താണ്, ഈ ആർക്കൊക്കെ ഏഴരശനി ഉണ്ട്, അതായത് ഉത്രാടം നക്ഷത്രക്കാർക്ക്, മകരക്കൂറുകാർക്കൊക്കെ. ഏതൊക്കെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ? മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? ഉത്രാടം നക്ഷത്രം 3/4 ഭാഗവും കേട്ടോ. തിരുവോണം അവിട്ടത്തരയും ഏതിൽ വരും? മകരക്കൂറിൽ വരുന്ന നക്ഷത്രം. അപ്പം മകരക്കൂറിൽ 2-ൽ നിൽക്കുകയാണ് ആര്? ശനി. അപ്പോൾ 2-ൽ ഏഴരശനിയാണ്. ഇനി 12-ൽ ഏഴരശനിയാണ്. മനസ്സിലായ? 12-ൽ എന്ന് പറയുമ്പോൾ ശനിയുടെ 12-ൽ 12 കുംഭത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. അപ്പോൾ ശനിയുടെ 12-ൽ നിൽക്കുന്ന മകരക്കൂറുകാർക്ക് ഏഴരശനി ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ശനിയുടെ ലഗ്നത്തിൽ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കുംഭക്കൂറിലല്ല ശനി നിൽക്കുന്നത്. അപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രം ഏതാണ്? അവിട്ടത്തരയും പിന്നെ ഏതാണ്, ചതയം ഫുള്ളുണ്ട്, പിന്നെ പൂരുരുട്ടാതി 3/4 ഭാഗവും വരുമ്പോൾ കുംഭക്കൂറാവും. അവർക്ക് ജന്മശനി ഏറ്റവും ദോഷമുള്ള സമയമെന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന അവർക്കാണ് ജന്മശനി എന്ന് പറയും. ഇനി അതേപോലെ തന്നെ ഏഴരശനി ശരിക്ക് കുറച്ചൊരു തൊടാൻ പോകുന്ന ആളുകളാണ്. തൊട്ടിരിക്കുന്നുണ്ട്, എന്നാൽ നമുക്കറിയാം 12-ലും ലഗ്നത്തിലും 2-ലും ഏഴരശനി തന്നെയാണ്. 7.5 കൊല്ലം നിൽക്കുന്ന ശരി 29 കൊല്ലം കൂടുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുക ഏഴരശനി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദോഷം കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഏതൊക്കെയാണ്? പൂരുട്ടാതി കാൽഭാഗം നക്ഷത്രക്കാരും പിന്നെ ഉത്രട്ടാതിയും രേവതിക്കാർക്കൊക്കെ ഏഴരശനിയാണ്. അപ്പോൾ അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യണ എപ്പോഴാണെന്ന് മനസ്സിലാക്കണം.
ജന്മത്തിൽ നിൽക്കുന്ന ശനി, ജന്മശനി എന്ന് പറയുന്നതാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിന് ഒരു ദോഷപരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കുക. ആരെയും പേടിപ്പിക്കരുത്. വളരെ വ്യക്തമായിട്ട് അവരെ കൂറ് മനസ്സിലാക്കിയാലേ ഇങ്ങനെ പ്രഡിക്ഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഊഹിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത് നമ്മൾ ജന്മവ്യാഴം എങ്ങനെ കണ്ടുപിടിക്കാം? ജന്മവ്യാഴവും 10-ാം വ്യാഴവും ഒക്കെ ചാരവശാൽ ദോഷം തന്നെയാണ്. ജന്മവ്യാഴം ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മളുടെ കൂറിൽ തന്നെ ജന്മത്തിൽ ഇപ്പം എവിടെയാണ് ജന്മം എന്ന് പറയണത്? ചന്ദ്രൻ നിൽക്കുന്ന രാശിനെയാണ് ജന്മം എന്ന് പറയണത്. ഇപ്പം മേടൻ രാശിയിൽ ആര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക? വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേടക്കൂറുകാർക്കൊക്കെ ജന്മവ്യാഴദോഷമാണ്. കാരണം മേടക്കൂറിൽപ്പെട്ട അശ്വതിയും ഭരണിയും കാർത്തിക കാലുകാർക്കും ജന്മവ്യാഴദോഷമാണ് ഏറ്റവും ദോഷമായിട്ടുള്ള കാലഘട്ടം. ശനിയെപ്പോലെ തന്നെ ദോഷം ചെയ്യും. അതേപോലെ തന്നെ 10-ൽ വ്യാഴം നിൽക്കുന്നത് ദോഷമാണ്. 10-ാം വ്യാഴം പടി കടത്തൂല എന്ന് പറയാം. 10-ാം വ്യാഴക്കാർ ആരൊക്കെയാണ്? ഇപ്പോൾ കർക്കിടക്കൂറുകാർക്കൊക്കെ 10-ാം വ്യാഴമാണ്. പടി കടത്തൂല, ഒരു കാര്യത്തിലും നിശ്ചയം ഉണ്ടാവില്ല. കർക്കിടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതാണ് മനസ്സിലാക്കുക. പുണർദം കാലും പൂയവും ആയില്യവും നക്ഷത്രമൊക്കെ കർക്കിടക്കൂറിൽപ്പെട്ട നക്ഷത്രം. അവർക്കും ഈ ദോഷങ്ങളെ അനുഭവിക്കാണ്ട് തരില്ല 10-ാം വ്യാഴം എന്നുള്ള ദോഷം. 8-ാം വ്യാഴവും ഏറ്റവും ദോഷം തന്നെയാണ്. 8-ാം വ്യാഴത്തിലുള്ള നക്ഷത്രക്കാർ ഏതൊക്കെയാണ്? കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണത്? ഉത്രത്തിൽ മുക്കാലും, ഉത്രത്തിൽ പിന്നെ അത്തവും ഫുള്ളുണ്ട്. പിന്നെ ആര നക്ഷത്രം? ചിത്തിര നക്ഷത്രം അരയും കർക്കിടക്കൂറിൽപ്പെട്ട കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. അവർക്ക് 8-ാം വ്യാഴദോഷമാണ് ഏറ്റവും ദോഷമായിട്ടുള്ള സമയം. അപ്പോൾ ഇത് ഓരോ ഇതിലും ഇപ്പം നമ്മളെന്താണ് കൂടുതൽ ഗോചരവശാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ശനിയെ കൊണ്ടും വ്യാഴനെ കൊണ്ടുമാണ് കൂടുതൽ ചിന്തിക്കുക, മനസ്സിലാക്കുക. മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് അങ്ങട് ഇതായിട്ട് ചിന്തിക്കാറില്ല. ദോഷങ്ങളെ കൂടുതലായി ചിന്തിക്കാറില്ല, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വിശദമായിട്ട് ഗോചരം വരുമ്പോൾ അതിന് ചില വേദദോഷങ്ങളും കൂടി ഉണ്ട്. നല്ല കാര്യങ്ങളാണെങ്കിലും വേദം വരുമ്പോൾ അത് ദോഷമായിട്ട് വരും കേട്ടോ. അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞു തരാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഗ്രഹസ്ഥിതികളൊക്കെ വരുമ്പോൾ ഈ ഗ്രഹസ്ഥിതികളൊക്കെ നമ്മൾ ഇന്നിന്ന സ്ഫുടഭാഗങ്ങളനുസരിച്ച് നമ്മൾ എഴുതാറുണ്ട്, സ്ഫുടങ്ങൾ. ഇനി രാശി മനസ്സിലാക്കിയത് മേടൻ രാശിയുടെ രൂപഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ആട് പോലെയുള്ള രാശിയാണെന്ന് പറയാം. അത് നമ്മൾ താഴത്ത് നിന്ന് നോക്കുമ്പോൾ, ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആടിനെ പോലെ കാണുന്നത് എന്നാണ് പറയുക. അപ്പം അതുകൊണ്ടാണ് ആടിൻ്റെ രൂപം ഉള്ളത് കൊണ്ടാണിത് മേടം എന്ന് വെച്ചാൽ ആടുന്ന അർത്ഥം. അതുകൊണ്ടാണ് ഈ പേരിട്ടത് മേഷം, മനസ്സിലായ. ഇനി അതേപോലെ തന്നെ എടവൻ രാശിയുടെ രൂപം എന്താണ്? എടവൻ രാശിയുടെ രൂപം കാളയെ പോലെ എന്നാണ്. അതുകൊണ്ട് വൃഷഭം എന്നാണ് അതിന് പറയാം, വൃഷഭരാശി. ഇനി അടുത്തത് മിഥുനൻ രാശി എന്ന് വെച്ചാൽ 2 യുവമിഥുനങ്ങൾ, ഒരാണും പെണ്ണും നിൽക്കണ പോലെയാണ് അത്. അപ്പോൾ അതുകൊണ്ട് മിഥുനം രാശിന് പേര് വന്നു. ഇനി കർക്കിടൻ രാശി എന്ന് വെച്ചാൽ ഞണ്ടാണ് അതിൻ്റെ രൂപം. അപ്പം ഞണ്ടിനെ പോലെ കാണുന്നതാണ്. ഇനി ചിങ്ങൻ രാശി എന്ന് വെച്ചാൽ സിംഹരാശിയാണ്. സിംഹരാശി സിംഹത്തെ പോലെയാണ് അതിൻ്റെ രൂപം. കന്നി രാശി എന്ന് വെച്ചാൽ കന്യക ഉള്ളൊരു രൂപമാണത്, കന്നി രാശി. പിന്നെ തുലാം രാശിയുടെ രൂപം എന്ന് വെച്ചാൽ തുലാസ് എന്നാണ് അതിൻ്റെ രൂപം. അതേപോലെ തന്നെ വൃശ്ചികൻ രാശി എന്ന് വെച്ചാൽ തേളാണ് അതിൻ്റെ. കുറച്ച് ദോഷമുള്ള രാശിയാണ് അത്. വായുകൊണ്ടും കടിക്കും, പിന്നെ എന്താണ് വാലുകൊണ്ട് ഇറുക്ക് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെയുള്ള ആളുകൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രേ സ്വയം ഇതായിട്ടുള്ള നക്ഷത്രം ഒരു രാശിയാണത്. ബാധയിൽ എന്താണ് ആ രാശിക്ക് തന്നെ ആ രാശി ബാധ ആയിരിക്കുന്ന ഒരു രാശിയാണ്. ധനുരാശി എന്ന് പറയുന്നത് എന്താ, അതിൽ അമ്പും ബില്ലും പിടിച്ചിരിക്കുന്ന രൂപമാണ്. പകുതി കുതിരയും പകുതി മനുഷ്യനുമായിട്ടുള്ള ഒരാൾ അമ്പ് ബില്ലും പിടിച്ചിരിക്കുന്ന രൂപം.
മകര മത്സ്യത്തിൻ്റെ രൂപത്തിലുള്ളതാണ് ഈ മകരൻ രാശി. കുംഭൻ രാശി ഒഴിഞ്ഞ കുടം കമഴ്ത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് അതിൻ്റെ രൂപം എന്ന് വെച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു രാശിയാണ് കുംഭൻ രാശി, മനസ്സിലാക്കുക. മീൻ രാശി അന്യോന്യം പൃച്ഛാഭിമുഖമായിട്ടുള്ള ചുണ്ടിനോട് ചുണ്ട് ചോർത്ത് ഒഴിക്കുന്ന രണ്ട് മീനുകളാണ് മീനൻ രാശിയുടെ ഇതിൽ വരുന്നത്. അങ്ങനെയാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളെന്താണ് ശരിക്ക് രാശികളെക്കുറിച്ചൊക്കെ വളരെയധികം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഓരോ രാശി കിട്ടുമ്പോഴും ഒരു പൃച്ഛകൻ നമ്മളെടുത്ത് വന്ന് നോക്കുമ്പോൾ ഏതാണോ രാശി കിട്ടണത് ആ രാശിയുടെ സ്വഭാവവും ആ കാര്യങ്ങളൊക്കെ അയാൾക്ക് അനുഭവവേദ്യമാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫലം പറയാൻ പറ്റും. കാര്യങ്ങളൊക്കെ നമുക്ക് ടു സെറ്റ് അയാളെ പറയാൻ പറ്റും. അപ്പോൾ നമ്മളെന്താണ് പഠിക്കുമ്പോൾ ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം. അവിടെ നിന്ന് ഇവിടെ നിന്ന് തോണ്ടി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണത ഉണ്ടാവില്ല. നമുക്കൊരു പെർഫെക്ഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മളെന്താണ് ഒരു കറക്റ്റായിട്ടുള്ള ഗൈഡൻസിലൂടെ പഠിച്ച് പതുക്കെ പതുക്കെ പോകാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ സമുദ്രജലം മുഴുവനും കോരി കുടിക്കാൻ പറ്റില്ല. ഒരു ഭാഗത്തു നിന്ന് കുറച്ച് മാത്രമേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. ഈ ജന്മം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യവും പഠിച്ചെടുക്കുക എന്ന് വെച്ചാൽ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല കേട്ടാ. അപ്പം അതുകൊണ്ട് ഈ ജ്യോതിഷമാവുന്ന സമുദ്രത്തിൻ്റെ ചെറിയൊരു കണിക മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. എത്ര എന്നാലും ഇതിങ്ങനെ വിശാലമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അതെന്ന് വെച്ചാൽ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓരോ സമയങ്ങളും ആവശ്യത്തിന് കിട്ടുന്ന ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പ്രമാണങ്ങളൊക്കെ നല്ല നല്ല പ്രമാണങ്ങൾ അത്യാവശ്യമായത് മാത്രം ബൈഹാർട്ടായി വെക്കുക. ഇതൊക്കെയാണ് നല്ലത്. എന്നാലും നമുക്ക് ആളുകളുടെ മുമ്പിൽ അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് സംസ്കൃത പ്രമാണങ്ങൾ തന്നെ ഇങ്ങനെ പഠിച്ചാൽ മലയാളത്തിൽ പഠിക്കുമ്പോൾ അത്രയൊരു വിലയില്ലാത്തൊരു സമൂഹങ്ങളിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. സംസ്കൃതത്തിൽ എന്തെങ്കിലും പറഞ്ഞപ്പോൾ അവന് വില വന്നു, അതാണ് വരുന്നത്. അപ്പോൾ നമ്മളെന്താ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന പ്രമാണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മേടൻ രാശിയുടെ ഒരു പ്രമാണം എന്ന് വെച്ചാൽ വൃത്തേക്ഷ, അത് പ്രധാനമായിട്ടും നമ്മൾ 2 പ്രമാണങ്ങൾ മേടൻ രാശിക്ക് വരുന്നുണ്ട്. ഒന്ന് ജാതകത്തിലുള്ള പ്രമാണവും രണ്ടാമത്തത് പ്രശ്നത്തിലുള്ള പ്രമാണവും. ജാതകത്തിലുള്ള പ്രമാണമാണ് ജാതകത്തിൽ നമ്മൾ സമ്മേളിപ്പിക്കാൻ പറ്റുള്ളൂ. വൃത്തത്തിലുള്ള പ്രമാണങ്ങൾ പ്രശ്നത്തിലുള്ള പ്രമാണങ്ങൾ അത് വേറെയാണ്. അപ്പോൾ 2 പ്രമാണവും മേടൻ രാശിയുടെ മാത്രമേ ഞാൻ പറയുന്നു. പ്രശ്നത്തിൽ ഉപയോഗിക്കുന്നതും ജാതകത്തിൽ ഉപയോഗിക്കുന്നതും. ജാതകത്തിൽ ഉപയോഗിക്കുന്ന പ്രമാണം ഇങ്ങനെയാണ്: വൃത്തേക്ഷണേ ദുർബലജാനുഗ്രോ സുഗാമി സഞ്ചാരശീല ശബരഹ ഭീരുജലേ സാല്യബുക്കുന്നതാണ് മേടൻ രാശിയുടെ പ്രമാണം. പ്രശ്നത്തിലല്ലാട്ട് ഇത് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുന്നത് ജാതകത്തിൽ ഉപയോഗിക്കുന്ന പ്രമാണമാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വൃത്തമായ കണ്ണുകളോട് കൂടിയവൾ, പാർവതി കണ്ണെന്നൊക്കെ പറയൂലേ, പാർവതിയൻ സിനിമ നടത്തിയ കണ്ണു പോലത്തെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കുക. ദുർബലജാനുഗ്രോ എന്ന് വെച്ചാൽ കാൽമുട്ട് വളരെ ദുർബലമായിരിക്കും. സുഗാമി എന്ന് വെച്ചാൽ വളരെയധികം ആഗ്രഹമുള്ളവർ. സഞ്ചാരശീല ശബലഹ സഞ്ചരിക്കുന്നവർ. പാട് ജീവിതം പോലെ ആടിനെ പോലുള്ള രാശിയാണല്ല, പാട് പോലെ ചെയ്യണതൊക്കെ ഇപ്പോൾ ചെയ്യും. ഇനി എന്താണ്, ആടൊക്കെ കുറച്ചല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ. അതാണ് ഇവരും അങ്ങനെ തന്നെയാണ്, അധികം വെട്ടി വിഴുങ്ങുമൊന്നുമില്ല. എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സാല്യബുക്ക് എന്നാണ് അതിനെ പറയുക. വളരെ ലഘുഭക്ഷണ പ്രിയർ എന്നാണ് പറയുക. പിന്നെ ഇവർ വളരെ സഞ്ചരിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാവങ്ങൾ കൂടി ആ രാശിയിൽ, ഇപ്പോൾ ഒരു രാശിയിലെ ഒരു ജാതകത്തിൽ ഒരാളുടെ ലഗ്നം നമുക്ക് എണിക്കുമ്പോൾ ആ ലഗ്നത്തിൽ ഏതെങ്കിലും പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ രാശിയുടെ ബലം കൂടാതെ ആ ഗ്രഹത്തിൻ്റെ ബലം കൂടി കയറി വരും. അങ്ങനെയാണ് വരിക. ഇനി നമ്മൾ പ്രശ്നത്തിൽ ഉപയോഗിക്കുന്ന പ്രമാണമാണ് ഞാൻ പറയണത് മേടൻ രാശിയുടെ. അപ്പോൾ അതിൽ മേഷസ്യ ദ്വാത്വാകരത്ന ഭൂമി, അത് ഭൂമിക്കാണുള്ള പ്രാധാന്യം. ഭൂമി വെച്ചാൽ ആരുടെ പേരിലാണ് പ്രശ്നം നോക്കുന്നത്, അവരുടെ വീടും ഗൃഹാന്തരീക്ഷങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് മേഷസ്യ ദ്വാത്വാകരത്ന ഭൂമി കുല്യാപ്രദേശവും ഭുജകാലയസ്യ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ അവരെന്താ ഒരു തോട് ഒഴുകിയിട്ടുണ്ടാവും, അതൊക്കെ ചിലപ്പോൾ നികത്തി പോയിട്ടുണ്ടാവും, അതിൻ്റെ ദോഷമാവും. ഭുജകാലയസ് പാമ്പുങ്കാവുള്ള സ്ഥലം എന്നാണ് പറയുക മേടൻ രാശി.
അപ്പോൾ അതാണ്. അപ്പോൾ രണ്ടും വ്യത്യാസങ്ങളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പ്രശ്നത്തിന് വരുമ്പോൾ ഇതേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആദ്യത്തെ വൃത്തേക്ഷണെ പറഞ്ഞാൽ നമുക്കത് ശരിയാവില്ല. അത് മനുഷ്യ പ്രശ്നത്തിൽ മനുഷ്യനെ കൊണ്ട് നമുക്ക് തരംതിരിക്കാം. മനുഷ്യൻ രൂപഭാവങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ശുഭഗ്രഹങ്ങൾ നിന്നാൽ അതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ. കാരണം മേടൻ രാശി വ്യാഴത്തെ സംബന്ധിച്ചോളം നല്ല രാശിയാണ്. കാരണം ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ബന്ധുക്ഷേത്രത്തിൽ വ്യാഴം നിന്നാൽ സദ്ഫലങ്ങളാണ് കൊടുക്കുക, മനസ്സിലായ. അപ്പോൾ ദോഷഫലങ്ങൾ ഒരിക്കലും കൊടുക്കൂല. വ്യാഴത്തിന് നല്ല എനർജിയുള്ള ഒരു ഗ്രഹമാണ്. അതായത് വ്യാഴൻ നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ നല്ല ഫലങ്ങളെ കൊടുക്കും. ദുരിതാധിപത്യമുള്ള വ്യാഴം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ 12ൻ്റെ ആധിപത്യം ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ട് കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവും. എന്നാലും കൂടുതൽ ദോഷം 9ാം ഭാവാധിപത്യം ഉണ്ടല്ല മേടക്കൂറിനെ. അപ്പോൾ ദോഷങ്ങൾ കുറച്ച് കുറയും. ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് എപ്പോഴും എന്താണ്, കുറച്ചൊരു ബലം ഉണ്ടാവും. പാപക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹമോ അല്ലെങ്കിൽ എന്താണ് ശത്രുക്ഷേത്രത്തിൽ ഏതെങ്കിലും ഗ്രഹം നിന്നാൽ ഒരു ബലം വളരെ കുറയും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇപ്പോൾ ഇപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായില്ല. മേടൻ രാശിയുടെ ജാതക ഫലങ്ങളാണ് ജാതകം നോക്കാൻ വരുമ്പോൾ ഒരാൾ സമ്മേളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ജാതകം എഴുതിയിട്ടുള്ളത് കറക്റ്റ് സമയത്ത് ഗണിച്ച് എഴുതിയത്, ആ ജാതകം എഴുതിയ ആൾക്കും ലഗ്നം ഗണിക്ക് തെറ്റാതിരിക്കുക. അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തെറ്റിയത് സമ്മതിച്ചു വരുവത്തെ കാലഘട്ടങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്താണ്, അത് മേടൻ രാശി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയാനുള്ള ഫലങ്ങൾ എങ്ങനെയാണ്: വൃത്തേക്ഷണേ ദുർബലജാനുഗ്രോ സുഖാമി സഞ്ചാരശീല ശബലഹ ബീരുജലേ സാല്യബുക്ക്, ഇങ്ങനെ പറയണം. അങ്ങനെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് പറയണമെന്നില്ല. കാരണം വേറെ ക്ലാസ് നാളെ തന്നെ വേറൊരു റെക്കോർഡിങ് കൂടി വരുന്നുണ്ട്. അതിൽ നമുക്ക് പറയാം. നിങ്ങളോട് ഞാൻ പറയാനുള്ള മാക്സിമം ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ അതാണ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ നമ്മൾ ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ഗൂഗിൾ മീറ്റിൽ പറയും. അപ്പോൾ മാക്സിമം അതിൽ പങ്കെടുക്കുക. ഇതിൽ സംക്ഷിപ്തമായിട്ടുള്ള അതിൻ്റെ പോയിൻ്റ് മാത്രമേ റെക്കോർഡിങ്ങിൽ വരുള്ളൂ. കാരണം ഇതിൽ ക്ലിയർ ചെയ്ത് നമ്മൾ കുറച്ച് സമയം പിടിക്കും യൂട്യൂബിൽ കൂടെ ഇത് വരാനായിട്ട്, അപ്ലോഡ് ആക്കാവണ്ടേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേറെ റെക്കോർഡിങ്ങും പെട്ടെന്ന് വരും.